വളരെ വാഴ്ത്തി പുകഴ്ത്തി പരമ്പരയെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വളരെ എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ ഒരു അഭിപ്രായ വ്യത്യാസം. ഇവിടെ പറഞ്ഞു അമ്മായിയമ്മ 15 വർഷം 17 വർഷം അല്ല ആ ഒരു ഹിന്ദി സീരിയലിൽ പറഞ്ഞു. അതായത് ഇങ്ങനെ ഒരു കൺസെപ്റ്റും അല്ലെ ഇങ്ങനെ ഒരു സന്ദേശം ജനങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ, അതായത് ഭീകരയായ ഒരു അമ്മായിയമ്മ, ചവിട്ടി താഴ്ത്തി കിടക്കുന്നതായ ഒരു മരുമകൾ. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾ തന്നെ ഇപ്പൊ വിവാഹത്തിൽ നിന്ന് പിന്മാറാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ളൊരു ഭീകരതയാണ്. കാരണം അവരറിയുന്നില്ലല്ലോ ഇത് എന്തായിരിക്കും, വിവാഹം കഴിയുമ്പോൾ എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് ചിന്തയിൽ. അപ്പോൾ കാണുന്നത് ഇത്തരത്തിലുള്ള ഒരു ഭീകരമായ ഒരു അന്തരീക്ഷമാണ് സീരിയലിലൂടെ. അത് ദിവസം പ്രതി വൈകിട്ട് പ്രൈം ടൈമിൽ എല്ലാവരും വന്നിരിക്കുന്ന സമയത്ത് കാഴ്ച കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കാണാറുണ്ടോ? ഞാൻ കാണാറില്ല. തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് നമ്മൾ പഠനം നടത്തണമല്ലോ. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും കാണുന്നവരോ കണ്ടിട്ടില്ലാത്തവരോ ആയിട്ടുള്ള ആളുകൾ നിഷേധിക്കട്ടെ. ഈ കൊടുക്കുന്നതായ സീരിയലിലൂടെ കൊടുക്കുന്നതായ വളരെ ഭീകരമായ തരത്തിലുള്ള ഒരു സന്ദേശമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത് ഒരു പറഞ്ഞു തരട്ടെ, അവിഹിതം നമുക്കറിയാം. ഏറ്റവും അധികം വിവാഹിതരായ വരെയുള്ള സ്ത്രീകൾ അവിഹിതത്തിൽ ഏർപ്പെടുകയും അതുപോലെ തന്നെ പരപുരുഷന്മാരുമായിട്ട് പോവുകയും ചെയ്യുന്ന ഒരു വലിയ സന്ദേശം പകരുന്നത് സോഷ്യൽ മീഡിയ വരുന്നതിന് മുമ്പ് തന്നെ. ഞാനൊരു കാര്യം പറയട്ടെ സാർ, ഈ സീരിയലിലാണ് കാണിക്കുന്നത്, ഇത് ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ജീവിതത്തിലേക്ക് ഇത് വരുന്നത് എങ്ങനെയാ? ഇത് നമ്മൾ എന്തിനാ സിനിമ കാണുന്നത്? നമ്മളൊരു സിനിമ കാണുന്നത് ആ സിനിമയിൽ നിന്നും ഒരു നല്ല സന്ദേശം ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് നമ്മൾ സിനിമ കാണുന്നത്. അതോടൊപ്പം തന്നെയാണ് സാധാരണക്കാരായ വീട്ടമ്മമാര് ഈ സീരിയൽ കാണുന്നത്. അതുപോലെ തന്നെ ഭാര്യമാര് നാട്ടിലായിരിക്കുന്ന ഭർത്താക്കന്മാർ വിദേശത്തോ മറ്റു സ്ഥലത്തോ ഉള്ളവർ, അവർ വൈകുന്നേരങ്ങളിൽ ഇത് കാണുന്ന സമയത്ത് അവരുടെയും ചിന്ത എന്റെ നാട്ടിലുള്ള കുടുംബാംഗങ്ങളുടെ അവസ്ഥ ഇങ്ങനെ ആയിരിക്കുമോ, ഇങ്ങനെ മാനസികമായിട്ട് ഒന്നാമത് കാര്യങ്ങളും കൂടെ അവരെ ചോദ്യം. അതായത് നിങ്ങൾ സീരിയൽ കാണുന്നില്ല, കാണാതായിട്ടാണോ സീരിയൽ കാണുന്നില്ല? ഇപ്പൊ കാണാത്ത ഒരു കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അഭിപ്രായം പറയാൻ പറ്റാതിരിക്കത്തില്ലല്ലോ. കാണാത്ത കാര്യങ്ങളെ കുറിച്ച്, കണ്ട കാര്യങ്ങളെ കുറിച്ച് അഭിപ്രായം. കാണാത്ത കാര്യങ്ങളിൽ അതിൽ എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് ഒരു മറുപടി ഉണ്ട്. ഇനി ഒന്നും നോക്കാനില്ല സാറേ. അദ്ദേഹം ഇപ്പൊ ഒരു വാക്ക് പറഞ്ഞു, സിനിമയിൽ കൂടെ നല്ലത്. സിനിമയിൽ ഇതൊന്നും അല്ല. സിനിമയിൽ കാണിക്കുന്നൊക്കെ നല്ല കാര്യങ്ങളും സീരിയലിൽ കാണിക്കുന്നൊക്കെ ചീത്ത. സിനിമയിൽ കാണിക്കുന്നതെല്ലാം നിങ്ങൾ പറഞ്ഞു അതിലുള്ള അങ്ങനെ പറയല്ലേ ചേട്ടാ, അങ്ങനെ പറയല്ലേ. സെൻസറിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലൂടെ കടന്നു വന്നിട്ട് അതിനകത്ത് മോശപരമായ പല കാര്യങ്ങളും അവോയ്ഡ് ചെയ്തിട്ട് 90% അവോയ്ഡ് ചെയ്തെന്നിരിക്കത്തില്ല, 40% അവോയ്ഡ് ചെയ്യുമോ? 100%ഉം സെൻസറിങ് ഇല്ലാതെ കടന്നു വരുന്നതാണ് സീരിയൽ രംഗം. അതിനോട് എനിക്ക് ഒരു പോയിന്റ് പറയാനുള്ളതെന്ന് പറഞ്ഞാല്, നമ്മള് ഇപ്പൊ ഒരു വീട്ടിലാണെങ്കിൽ പോലും ഒരു കുടുംബത്തിൽ ചെല്ലുവാണെങ്കിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഉടനെ അപ്പന്മാര് പറയും അത് എന്റെ സ്വഭാവം, എന്റെ മോന് അല്ലെ എന്റെ മോള്. എന്തെങ്കിലും തെറ്റ് കണ്ടെന്ന് പറഞ്ഞ ഉടനെ പറയും, തെറ്റ് കണ്ട ഉടനെ പറയും അത് നിന്റെ മോള് അല്ലെ നിന്റെ മോള്. അതേ തന്നെയാണ് ഒരു സീരിയലിൽ നല്ലത് കണ്ടാൽ ഒരു നെഗറ്റീവ് കാണുന്നത് മാത്രം എന്തുകൊണ്ട് അതിനകത്ത് പോസിറ്റീവ് നിങ്ങൾ കാണുന്നില്ല? എത്രയോ സീരിയലിൽ എത്രയോ സിനിമകൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.